ഹലോ അസ്സാം വലൈക്കും വറഹമത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം സന്തോഷമൊക്കെയാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് നല്ല ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കുന്നതാട്ടോ. തേങ്ങാപ്പാലിൽ എങ്ങനെ നല്ല നെയ്ച്ചോറ് ഉണ്ടാക്കുക എന്നതിലാണ്. അപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നെയ്ച്ചോറാണ് കേട്ടോ, പച്ചരി കൊണ്ടുള്ള ചോറാണ്, റേഷൻ അരി ഉണ്ട്. അപ്പൊ അതിന് വേണ്ടി അരി നന്നാക്കി കഴുകി എടുത്തതിന് ശേഷം ഞാനിതാ സ്റ്റവ് ഒക്കെ ഓൺ ചെയ്തിട്ടോ, ഇൻഡക്ഷൻ കുക്കറിന് നമ്മളെ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ആവശ്യത്തിന് ചൂടായിട്ട് നമ്മളെ കുക്കർ ചൂടായിട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. വെളിച്ചെണ്ണ ഓയിലോ പിന്നെ നെയ്യും വേണമെങ്കിൽ അതൊക്കെ ഒഴിച്ചെടുക്കട്ടെ. അപ്പൊ ഞാൻ നെയ്യൊന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ വെളിച്ചെണ്ണയാണ്. അപ്പൊ ഇതിലേക്ക് എന്താ വെച്ചാല് സവാള ഉണ്ടെങ്കിൽ സവാളയൊക്കെ ഇട്ടെടുക്കട്ടെ. അപ്പൊ അതൊന്നും ഞാൻ ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് പട്ടി ഗ്രാമ്പ് ഏലക്കായ് 2-3 ഏലക്കായ് ഇട്ടെടുത്തിട്ട് നന്നാക്കി ഒന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം കഴുകി വെച്ച പച്ചരി ഇതിലേക്ക് ഇട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഒരു 1.5 നാഴി അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഇപ്പോഴൊന്നും ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല, റെഡി ആയി വരട്ടെ കേട്ടോ. അപ്പൊ അത് അരി ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നാക്കി ഒന്നാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 ഗ്ലാസ് വെള്ളം, ഏത് പാത്രത്തിലാണ് നമ്മൾ എടുത്തത് വെച്ചാൽ അതിന്റെ ഇരട്ടി വെള്ളം ഇതിന് ആവശ്യമുണ്ട്. അതെല്ലാവർക്കും അറിയാലോ. അങ്ങനെ പിന്നെ നിങ്ങളോടൊക്കെ ഒരു കാര്യം ഫേസ്ബുക്കിലാണ് കാണുന്നത് വെച്ചെങ്കിൽ ജിതു മിന്ന എന്നുള്ള ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. പിന്നെ യൂട്യൂബിലെ വീഡിയോ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ഷെർബീസ് ടൈം പാസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും കൂടി മറക്കരുത്. അപ്പൊ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണ് അതൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കാൻ ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള റിപ്ലൈ തരും. പിന്നെ അതിലൊക്കെ ആവശ്യത്തിന് ഉപ്പും ചേർത്തി പാകത്തിന് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞ അളവ് ഏത് പാത്രത്തിലാണ് വെച്ചത് അളവിന് അപ്പൊ ഒരു 3 ഗ്ലാസ് വെള്ളം, 1.5 നാഴിക്ക് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ കുക്കർ അടച്ചു വെക്കട്ടെ. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാല് തയ്യാറാക്കി വെക്കണം. അപ്പൊ ഒരു വിസിലടിച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കി എടുക്കട്ടെ. അത് പെട്ടെന്ന് തന്നെ ഒരു വിസിലടിക്കാനൊന്നും കാത്തിക്കണ്ട. ഓരോ അരിക്ക് വേവിനനുസരിച്ച് റേഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് വിസിൽ അടിക്കാൻ നേരത്തെ ഓഫാക്കി എടുത്താലും മതി. അങ്ങനെ അതവിടെ കുക്കായിക്കോളും. അപ്പൊ ഇതാ തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ടുണ്ട്. അപ്പൊ തേങ്ങാപ്പാൽ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ വിസിൽ അടിക്കാൻ കാത്തിരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് കാത്തിരിക്കണില്ല കേട്ടോ. ആയോ എന്താന്ന് അറിയില്ല. പിന്നെ കുറച്ചൊക്കെ വെള്ളം ഞാൻ പിന്നെ എന്റെ അടുത്തുള്ള അളവ് പാത്രമൊക്കെ ആകെ മാറിയതുകൊണ്ട് ഒരു ഗ്ലാസ്സിന് കിട്ടിയത് അത് അതിനനുസരിച്ചുള്ള അളവിനനുസരിച്ചുള്ള ഗ്ലാസ് ഒന്നല്ല കിട്ടിയത് കേട്ടോ. അപ്പൊ അതിന് കുറച്ച് വെള്ളത്തിനൊക്കെ മാറ്റുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ഞാനത് വിസിലൊക്കെ കളഞ്ഞിട്ട് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചെടുക്കട്ടെ. അപ്പൊ ചെറുതായിട്ട് വെന്ത് കയറിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് കുറച്ചെടുത്താണ്ട് നമുക്ക് പായസമൊക്കെ വേണമെങ്കിൽ പായസമൊക്കെ ആക്കാനൊക്കെ പറ്റൂട്ടോ. വേറെ ഒന്നും ചേർക്കാത്തതുകൊണ്ട്, പിന്നെ ഏലക്കായും പട്ടി ഇതൊക്കെയല്ലേ ചേർത്തിട്ടുള്ളത്, തേങ്ങാപ്പാലും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ശർക്കര കലക്കി എന്താ വെച്ചാല് പാലൊക്കെ ഉണ്ടെങ്കിൽ പാലും മിൽക്ക് മെയ്ഡൊക്കെ ഉണ്ടെങ്കിൽ പായസമാക്കി അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. നെയ്യൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതൊക്കെ അറിയാലോ. കാഷ്യൂനട്ടും ഗ്രേപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നെയ്യിൽ വറുത്തെടുത്താല് തേങ്ങാക്കൊത്തൊക്കെ ചേർത്തിയാല് പായസം ആയല്ലോ. അങ്ങനെയാക്കാം. പാകത്തിന് എത്ര നിങ്ങൾക്ക് വേണ്ട വെച്ചാൽ അങ്ങനെയൊക്കെ എടുത്തുകൊണ്ട് പായസം ആയാലും ആക്കിയാലും പറ്റൂട്ടോ. പക്ഷെ ഇത് എടുക്കണ ഒരു അളവ് പാകമായിരിക്കണം. നിങ്ങൾക്ക് എത്ര വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കതിന്ന്. എന്നിട്ട് പിന്നെ ഇത് അധികം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതിക്ക് തേങ്ങാപ്പാലും പിന്നെ ശർക്കരയും പിന്നെന്താ പറയാ പാലും മിൽക്ക് മെയ്ഡൊക്കെ ഒരു പാകത്തിന് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് നമ്മുടെ നെയ്ച്ചോറ് തന്നെ നല്ല ടേസ്റ്റ് ആയിട്ട് വേറെ ഒന്നിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റില് നമ്മളെല്ലാ ഇൻഗ്രീഡിയൻസും തയ്യാറാക്കി എടുക്കുമല്ലോ നെയ്ച്ചോർക്ക്. അപ്പൊ ഞാൻ ഇവിടെ അതൊന്നും തയ്യാറാക്കില്ല. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ആക്കാം കേട്ടോ. അങ്ങോട്ട് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചെടുത്താൽ മതി. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ ഉള്ളത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും പിന്നെ ഞങ്ങളുടെ ഷെർബീസ് ടൈം പാസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണോ അത് കമന്റ് ആയിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. ഫസ്റ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞത് മനസ്സിലായോ? ആദ്യം ഞാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മള് സവാള വാട്ടിയെടുക്കല്ലോ. നെയ്യ് അതില് വെളിച്ചെണ്ണയിലൊക്കെ ഇട്ടിട്ട് സവാള പിന്നെ അതിക്കുള്ളതൊക്കെ നമ്മൾ വാട്ടിയെടുക്കല്ലോ. അതാണ് കേട്ടോ പറഞ്ഞത്.
അത് ഞാൻ അതും ചേർത്തിട്ടില്ല. പിന്നെ കടുക് പിന്നെ തക്കാളി ഒക്കെ ആണെങ്കിൽ ചേർത്ത, അപ്പൊ അതൊന്നും ചേർത്തിട്ടില്ല എന്നാ ഞാൻ പറഞ്ഞു. തക്കാളി പച്ചമുളക് അങ്ങനത്തെ ഇതൊക്കെ ചേർത്തി കൊടുത്താൽ പിന്നെ അത് പായസത്തിന് പറ്റൂല കേട്ടോ, ഈ ചോറിന് തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് വീഡിയോ. അപ്പൊ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ.